ഹായ് എവരിവൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും അമിതമായോ അല്ലെ കുറവായിട്ടുള്ള രോമവളർച്ചയെ പറ്റിയാണ്. നമുക്കറിയാം തലമുടി നമുക്കുണ്ട്, അത് നമ്മൾ പറയുന്നത് സ്കാൽപ് ഹെയർ എന്ന് പറയും. തലമുടി പൊഴിച്ചിലിന്റെ ടെക്നിക്കൽ ടേമാണ് അലോപേഷ്യ, അല്ലെ കൊളോക്കിയലി നമ്മൾ പറയുന്നത് ഹെയർ ലോസ് എന്ന് പറയും. അപ്പോൾ തലമുടി പൊഴിച്ചിൽ വരുമ്പോൾ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്യും, എന്തുകൊണ്ട് തലമുടി പൊഴിയുന്നു, അതിനാണ് ട്രീറ്റ്മെന്റ്. പണ്ടെല്ലാം തലമുടി പൊഴിഞ്ഞാലും നമ്മൾ പറയും എണ്ണ മാറിയോണ്ട്, അല്ലെ ടെൻഷൻ കൊണ്ട്, വൈറ്റമിൻസിന്റെ കുറവ് കൊണ്ട്. ഇപ്പം നമുക്കറിയാം ഏറ്റവും കോമൺ ആയിട്ട് തലമുടി പൊഴിയുന്ന പുരുഷന്മാർക്ക് പുരുഷ കഷണ്ടി എന്ന് പറഞ്ഞാൽ ആൻഡ്രോജനിക് അലോപേഷ്യ. 18 വയസ്സ് കഴിഞ്ഞ് 30% പുരുഷന്മാരിലും 30 വയസ്സ് കഴിഞ്ഞ് 50% പുരുഷന്മാരിലും ഒരു പരിധിവരെ കഷണ്ടിയുടെ ആരംഭമുണ്ട്. കഷണ്ടി എന്ന് പറഞ്ഞാൽ എന്താ, നെറ്റി കയറി വരുന്നു, ചെവിയുടെ മേളിലും അല്ലെ നമ്മുടെ ബാക്കിൽ ഓക്സിപിറ്റൽ ഏരിയയിലുള്ള തലമുടി അതേപോലെ നിലനിൽക്കുന്നു. അപ്പോൾ പുരുഷ ഹോർമോണിന്റെ ജോലി എന്താ, നെഞ്ചത്തും താടിയിലും നാവിയിലും എല്ലാം രോമം ഉണ്ടാക്കുക. ഇതേ പുരുഷ ഹോർമോൺ തന്നെ നമ്മുടെ തലയിലെ രോമത്തിന് കട്ടി കുറയ്ക്കുന്നു. സോ ഈ തലമുടി പൊടിച്ചിൽ പുരുഷന്മാരിലെല്ലാം നമ്മൾ സൂപ്പർ സ്റ്റാർസ് തൊട്ട് നമ്മുടെ രാജ്യത്തലവന്മാർക്കോട്ട് എല്ലാവർക്കും കാണുന്ന ആ തലമുടി പൊടിച്ചിലിന്റെ പേരാണ് ആൻഡ്രോജനിക് അലോപേഷ്യ അഥവാ മെയിൽ പാറ്റേൺ ബാൾഡ്നസ്. പണ്ട് നമ്മൾ ഇതിനുള്ള ചികിത്സ എന്താ, ആൾക്കാർ വിഗ് വെക്കും. ഇപ്പോഴും നമ്മൾ കാണുന്ന ചികിത്സ എന്താ, ഒരു 35-40 വയസ്സായി 80% തലമുടി പോകുമ്പോൾ നമ്മളെല്ലാം പോയി ട്രാൻസ്പ്ലാന്റ് ചെയ്യും. ട്രാൻസ്പ്ലാന്റ് ചെയ്തെന്ന് പറഞ്ഞാൽ തലയുടെ ബാക്കിലുള്ള ഓക്സിപിറ്റൽ അല്ലെ ചെവിയുടെ മേളിലുള്ള ഈ ഹെയർ എടുത്തിട്ട് നമ്മുടെ ഫ്രോണ്ടൽ ഏരിയ ഫ്രണ്ടിലോട്ട് ഫിക്സ് ചെയ്ത് വെക്കുക. സോ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കുന്ന മരുന്നിന്റെ പേര് ഫിനസ്ട്രൈഡ് 1 മില്ലിഗ്രാം. അതിന്റെ ഇന്റർനാഷണൽ പേരാണ് പ്രൊപ്പേഷ്യ 1 മില്ലിഗ്രാം. അതിന്റെ കൂടെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജൻസ് ഒരു ഡ്രോപ്സ് തരും, അതിന്റെ പേരാണ് മിനോക്സിഡിൽ മിൻടോപ്പ് തരും. ഇപ്പോഴത്തെ US ഗൈഡ് ലൈൻസ് പറഞ്ഞ് 16 വയസ്സ് കഴിഞ്ഞ് പുരുഷ ഹോർമോണിന്റെ അളവ് കൂടുമ്പോൾ തന്നെ 40 മുതൽ 50% പേർക്കും ഹെയറിന്റെ തിന്നിങ് തുടങ്ങാം. നമ്മളെല്ലാം പയ്യന്മാർ 18 വയസ്സ് പറഞ്ഞ ഡോക്ടറെ മുടിയുടെ ഉള്ളു കുറഞ്ഞു എന്ന് പറയും, നെറ്റി അങ്ങോട്ട് പിടിക്കുമ്പോൾ അവർ പറയും മുടിക്ക് അങ്ങോട്ട് കട്ടിയില്ലെന്ന് പറയും. ഇവർ ഫസ്റ്റ് ചെയ്യുന്ന എന്താ, ആദ്യം കുറെ വൈറ്റമിൻസ് മിനറൽസ് എല്ലാം കഴിക്കും, പിന്നെ അതിന് സ്കിൻ ഡോക്ടർ പോയി PRP ചെയ്യും. 90% പയ്യന്മാർ 30 വയസ്സ് നമ്മുടെ വരുമ്പോൾ 80% ഹെയർ നശിച്ചു. ചെയ്യുന്ന എന്താ, കുറെ മൾട്ടിവൈറ്റമിൻ ടാബ്ലറ്റ് കഴിക്കും, PRP ചെയ്തിട്ട് വരും. ഇത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജ് ചെയ്യുന്ന നേരെ ഒരു ട്രാൻസ്പ്ലാന്റ് സർജൻ എടുത്ത് പോയി ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തു. അതിനുശേഷം കഴിക്കുന്ന മരുന്നാണ് ഫിനസ്ട്രൈഡ് 1 മില്ലിഗ്രാം. മിനോക്സിഡിന്റെ 2-5 അല്ലെ 10% ഡ്രോപ്സ് എന്നായിരിക്കും. ഇപ്പൊ എല്ലാ പയ്യന്മാരും പുരുഷ കഷണ്ടി അഥവാ ആൻഡ്രോജനിക് അലോപേഷ്യ ഉള്ളവർ മനസ്സിലാക്കേണ്ടത് 16 വയസ്സിൽ പുരുഷ ഹോർമോണിന്റെ ലെവല് 3.5 നാനോഗ്രാം അല്ലെ 4 അഡൽട്ട് ലെവൽ ആകുമ്പോൾ തന്നെ തലമുടിയുടെ തിന്നിങ് തുടങ്ങും. ഇത് നമ്മൾ കാത്തിരുന്ന ഒരു 10 വർഷം കഴിയുമ്പോൾ 80% പേർക്കും ഫ്രണ്ടിലെ രോമം ഫുള്ള് പോകുന്നു, ബാക്കിൽ മാത്രം തലമുടി. ഇത് കല്യാണ പ്രായമാകുമ്പോൾ ഫ്രണ്ടിലോട്ട് എടുത്ത് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് പിന്നെ അന്തസ്സായിട്ട് നടക്കുന്നു. ഈ ആൻഡ്രോജനിക് അലോപേഷ്യയുടെ ട്രീറ്റ്മെന്റ് ഒറ്റ ഒരെണ്ണമേ US അപ്രൂവ്ഡ് ഉള്ളൂ. ആ മരുന്നിന്റെ പേരാണ് ഫിനസ്ട്രൈഡ് 1 മില്ലിഗ്രാം. ആ ഫിനസ്ട്രൈഡ് 1 മില്ലിഗ്രാം ഇന്ത്യയിൽ അതിന്റെ പേര് ഫിനാക്സ് 1 മില്ലിഗ്രാം. ഇന്റർനാഷണലി നമുക്ക് എല്ലാ രാജ്യങ്ങളിലും കിട്ടുന്ന കമ്പനിയുടെ പേര് പ്രൊപ്പേഷ്യ 1 മില്ലിഗ്രാം. ഇത് 16 വയസ്സ് കഴിഞ്ഞ് എടുത്താൽ 80% പേർക്കും ഉള്ള തലമുടി അതേപോലെ സ്ട്രെങ്ത് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതിന്റെ കൂടെ മിനോക്സിഡിൽ 2-5-10% എടുത്താൽ 90% ആൾക്കാർ വരെ ഹെയർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ ആൾക്കാരെല്ലാവരും 16-18 വയസ്സിൽ ഹെയറിന്റെ തിന്നിങ് തുടങ്ങുമ്പോഴേ ഓൾട്ടർനേറ്റീവ് ചികിത്സ, എണ്ണ മാറ്റാൻ നോക്കും, വൈറ്റമിൻസ് മാറ്റാൻ നോക്കും, PRPയുടെ ചികിത്സ എടുക്കും, അല്ലെ ലാസ്റ്റ് ആയിട്ട് മാത്രം ഫിനസ്ട്രൈഡ് മിൻടോപ്പ് എടുക്കും. അതുകൊണ്ട് തലമുടി 80% നശിച്ചതിന് ശേഷം ഫിനസ്ട്രൈഡോ മിനോക്സിഡോ എടുത്തിട്ട് കാര്യമില്ല. 16-18 വയസ്സിൽ ഹെയറിന്റെ തിന്നിങ് തുടങ്ങുമ്പോഴേ ഫിനസ്ട്രൈഡ് 1 മില്ലിഗ്രാം പ്ലസ് മിനോക്സിഡിൽ 90% ആൾക്കാർക്കും ഹെയർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ചില ആൾക്കാർ വന്ന് പറയുന്നത്, ഡോക്ടറെ മീശയും താടി അങ്ങോട്ട് കിളിക്കുന്നില്ല. മെച്ചോറിറ്റി പയ്യന്മാരും കല്യാണപ്രായമാകുമ്പോൾ ആഗ്രഹിക്കുന്നത് എന്താ, നല്ല കട്ടി മീശ വേണം, താടിയിലൊക്കെ നല്ല രോമം വേണം, നെഞ്ചത്തും തൊടയിലും കൈകാലുകളും ഒക്കെ രോമവളർച്ച വേണം. 30% പയ്യന്മാർക്ക് വരെ 25 വയസ്സ് കഴിഞ്ഞാലും ഫേഷ്യൽ ഹെയറും ബോഡി ഹെയറും വലുതായിട്ടില്ല. ഇവർ എൻഡോക്രിനിസ്റ്റായി നമ്മുടെ അടുത്ത് വന്നിട്ട് പറയുന്നത്, ഡോക്ടറെ കഷത്തിലും നാവിലും ഒക്കെ നല്ല രോമമുണ്ട്, പക്ഷെ മീശ അങ്ങോട്ട് കട്ടിയില്ല ഡോക്ടറെ, താടി അങ്ങോട്ട് ഫുള്ളായിട്ട് വരുന്നതിന് ഉടുപ്പ് വരുമ്പോൾ നെഞ്ചത്തൊന്നും രോമമില്ല. നമ്മുടെ സൗത്ത് ഇന്ത്യൻസ് എസ്പെഷ്യലി പൗരുഷത്തിന്റെ പ്രതീകമായിട്ട് കരുതുന്നത് കട്ടിയുള്ള മീശയും താടി, നെഞ്ചത്തും കൈകാലുകളും ആരോഗ്യത്തിടകാത്തമായി രോമാവൃതമായ നെഞ്ച് അല്ലെ കൈകാലുകളിൽ അമിതമായി രോമമുള്ളത് അന്തസ്സായിട്ട് കരുതുന്നു. ഒരു വ്യക്തി വന്ന് പറയുന്നു, ഡോക്ടറെ എനിക്ക് അപ്പർ ലിപ്പിൽ ഹെയർ ഇല്ല, അല്ലെ ചിന്നില് താടി രോമം ഇല്ല, നെഞ്ചത്തിൽ രോമം ഇല്ല, എങ്ങനെ എനിക്ക് ചികിത്സിക്കാം? ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്ന അവന്റെ പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്ട്രോൺ. സോ പുരുഷ ഹോർമോൺ നമുക്കെല്ലാം അറിയാം, വൃഷ്ണം, ടെസ്റ്റിക്കിൾസ്, ഇത് അതിൽ നിന്ന് വരുന്ന ടെസ്റ്റോസ്ട്രോൺ ചെക്ക് ചെയ്യുന്നു. നോർമൽ ഒരു പുരുഷന്റെ ടെസ്റ്റോസ്ട്രോൺ അളവ് 3.5 നാനോഗ്രാം പെർ ml കൂടുതലായിരിക്കണം. സോ ഒരു വ്യക്തിയുടെ ടെസ്റ്റോസ്ട്രോൺ 3.5 താഴെയാണെങ്കിൽ അവന്റെ ടെസ്റ്റോസ്ട്രോൺ കുറവുണ്ടെങ്കിൽ അത് നമുക്ക് വെളിയിൽ നിന്ന് എടുക്കാം. ടെസ്റ്റോസ്ട്രോൺ ഇഞ്ചക്ഷൻ 3 ആഴ്ച കൂടുമ്പോൾ എടുക്കുന്ന സസ്റ്റനോഡ് ആയിട്ട് എടുക്കാം. 3 മാസം കൂടെ എടുക്കുന്ന ഇപ്പൊ സെറിനോസ് അല്ലെങ്കിൽ നെബിഡോ ഡിപ്പോ ആയിട്ട് എടുക്കാം. ടെസ്റ്റോസ്ട്രോണിന്റെ ക്യാപ്സൂൾ നമുക്ക് അവൈലബിൾ, ടെസ്റ്റോസ്ട്രോൺ ജെല്ലിയോ അവൈലബിൾ. മറിച്ച് ഒരു വ്യക്തി വന്ന് നമ്മൾ പുരുഷ ഹോർമോൺ ചെക്ക് ചെയ്യുന്നു, പുരുഷ ഹോർമോൺ പക്ക നോർമൽ, ടെസ്റ്റോസ്ട്രോൺ നമുക്ക് വേണ്ടത് 3.5 നാനോഗ്രാം പെർ ml, അവന് ചെക്ക് ചെയ്യുമ്പോൾ 10 എന്ന് വെച്ചാൽ വേണ്ടതിന്റെ 3 ഇരട്ടിയാണ്. പക്ഷെ സ്റ്റിൽ അവന് മീശയും താടിയില്ല, അപ്പർ ലിപ്പില്ല, ചിന്നിലില്ല, നെഞ്ചത്തും കൈകാലിലും രോമമില്ല. എന്ത് ചെയ്യും? ടെസ്റ്റോസ്ട്രോൺ രോമകൂപങ്ങളിൽ ആക്ട് ചെയ്യുന്നത് ഡൈഹൈഡ്രോ ടെസ്റ്റോസ്ട്രോൺ ആയിട്ടാണ്.
ചില സമയം നമ്മൾ DHT നോക്കിയില്ലെങ്കിൽ നമുക്കറിയാം പുരുഷ ഹോർമോൺ ടെസ്റ്റോസ്റ്ററോൺ ഉണ്ടെങ്കിൽ അത് DHT ആയിട്ട് കൺവേർട്ട് ചെയ്യും. പുരുഷ ഹോർമോൺ നോർമൽ ഉണ്ടായിട്ടും രോമനാടികൾ ഇല്ലെങ്കിൽ നമുക്കറിയാം 80% പേർക്കും അത് ജെനറ്റിക്കലി മീഡിയേറ്റഡ്. ടെസ്റ്റോസ്റ്ററോൺ രോമങ്ങളിൽ ആക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് രോമത്തിനെ കിളിപ്പിക്കാനുള്ള ടെൻഡൻസി ഇല്ല. ഇവർ അമിതമായി ടെസ്റ്റോസ്റ്ററോൺ എടുത്തുകൊണ്ട് പിന്നെ രോമം കൂടത്തില്ല. ഇവർക്ക് പലപ്പോഴും വരുന്ന ടെസ്റ്റോസ്റ്ററോൺ പിന്നെ അമിതമായിട്ട് എടുത്ത് പ്രോസ്റ്റേറ്റ് വലുതാവോ ബ്ലഡിന്റെ കൗണ്ടോ കൂടി സൈഡ് എഫക്ട്സ് വരത്തുള്ളൂ. ഈ കൂട്ടർക്ക് എന്താണ് ചികിത്സ? 50% US ഗൈഡ് ലൈൻസ് ഒന്നും ചെയ്യേണ്ട, ഷേവ് ചെയ്യുക, ഫുൾ ക്ലീൻ ഷേവനായിട്ട് നടക്കുക, രോമം വേണ്ടെന്ന് വെക്കുക. മറിച്ചൊരു വ്യക്തി പറഞ്ഞു, നോ ഡോക്ടർ ബോബി, ഡോക്ടറിനെ ഞാൻ കണ്ടു, ടെസ്റ്റോസ്റ്ററോൺ ചെക്ക് ചെയ്തു, പ്രൊലാക്റ്റിൻ ചെക്ക് ചെയ്തു, പിറ്റ്യൂട്ടറി എന്നുള്ള FSH LH ഡയറ്റോ ടെസ്റ്റോസ്റ്ററോൺ എല്ലാം നോർമൽ, പക്ഷെ എനിക്ക് നല്ല മീശയും ഡാഡിയും വേണം ഡോക്ടറെ. ചില പയ്യന്മാരോട് ഡോക്ടറെ ഒരു ഷൂട്ടിങ്ങിന് ആരംഭിക്കാൻ പോവുക, അപ്പോൾ എൻ്റെ കൊളീഗ് ഞങ്ങൾ 3 കൂട്ടുകാരായിട്ട് അഭിനയിക്കുന്നത്, 2 പേർക്ക് നല്ല രോമമുണ്ട്, എനിക്ക് മീശയും ഡാഡി. അവർക്ക് എന്താണ് ചികിത്സ? അവർക്ക് പിന്നെയും ഞാൻ ഫസ്റ്റ് പറഞ്ഞു കഷണ്ടിക്ക് ഉപയോഗിക്കുന്ന മിനോക്സിഡിൻ. ആ മിൻടോപ്പിന്റെ 2% ഉണ്ട്, 5% ഉണ്ട്, 10% ഉണ്ട്. ഇപ്പോഴത്തെ പഠനങ്ങൾ കാണുന്നത് മിനോക്സിലിന്റെ 10% സ്പ്രേ മീശയുടെ താടിയുടെ ഏരിയയിൽ രാവിലെയും വൈകുന്നേരം 8 മണിക്കൂർ ഇടവിട്ട് 2 പ്രാവശ്യം 16 ആഴ്ച മിനിമം 4 to 6 months അപ്ലൈ ചെയ്ത 30 മുതൽ 40% പേർക്ക് ഉള്ള ഹെയറിന്റെ കട്ടി കൂടുകയും പുതിയ രോമങ്ങൾ വരാനും ചാൻസ് ഉണ്ട്. പക്ഷെ ഇത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചികിത്സ? പിന്നെ ട്രീറ്റ്മെന്റ് ഇല്ല. ടെസ്റ്റോസ്റ്ററോൺ കുറവുള്ളവർക്ക് മാത്രം ടെസ്റ്റോസ്റ്ററോൺ എടുക്കുക. റെയർ ആയിട്ട് പണ്ട് നമ്മൾ ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്ററോൺ ആൻട്രാക്റ്റിമിന്റെ ജെല്ല് ഫേസിൽ തേക്കാൻ പറയും. ഇപ്പോഴത്തെ പഠനങ്ങൾ കാണിക്കുന്നത് ടെസ്റ്റോസ്റ്ററോൺ നോർമലായിട്ടുള്ളവർക്ക് ജെല്ല് തേച്ചുകൊണ്ട് അമിതമായി ബെനിഫിറ്റ് ഇല്ല. പക്ഷെ ചില ആൾക്കാർക്ക് ടെസ്റ്റോസ്റ്ററോൺ ബോർഡർ ലൈൻ ലോ ഉള്ളവർക്ക് ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്ററോൺ ജെല്ലോ തേക്കാം. സോ ബേസിക്കലി മനസ്സിലാക്കേണ്ട ഹോർമോണിന്റെ അളവ് ബോഡി നോർമൽ, എന്നിട്ട് മീശയും താടിയുടെ രോമം ഇല്ലെങ്കിൽ പിന്നെ എക്സ്ട്രാ ഹോർമോൺ എടുത്തിട്ട് കാര്യമില്ല. ഇതിന്റെ സെയിം തന്നെയാണ് ലിംഗത്തിന്റെ വലിപ്പം കൂട്ടാൻ വരുന്ന പയ്യന്മാർ. ഇന്ന് ഞാൻ രാവിലെ വന്നപ്പോൾ തന്നെ 2 പയ്യന്മാർ വന്ന് പറഞ്ഞത്, ഒന്ന് നമ്മുടെ രാജ്യം, ഒന്ന് വേറെ രാജ്യം, ഡോക്ടറെ കല്യാണം ആവാൻ പോകുന്നു, ജൂണിൽ കല്യാണം, വേറെ പറഞ്ഞ ഓഗസ്റ്റ് കല്യാണം, ലിംഗത്തിന് വലിപ്പം കുറവാണെന്ന് തോന്നുന്നു, ലിംഗത്തിന് വലിപ്പം കൂട്ടണം. സോ നോർമൽ ഒരു വ്യക്തിക്ക് ഉദ്ധരിച്ച അവസ്ഥയിൽ എത്ര ലിംഗത്തിന് വലിപ്പം വേണം? ഇപ്പൊ നമുക്കറിയാം 2 മാസം മുമ്പ് ഇന്റർനാഷണൽ പെനൈൽ ഇൻഡെക്സ് US ജാമയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇന്റർനാഷണലി ഓരോ ജനിതക അവസ്ഥ അനുസരിച്ച് ലിംഗത്തിന് ഉദ്ധരിച്ച അവസ്ഥയിൽ എത്ര ലെങ്ത് വേണം. ലോങ്സ്റ്റ് ലെങ്ത് ഉള്ളത് ആഫ്രിക്കൻ സബ് കോണ്ടിനൻസിന് ആണുങ്ങൾക്ക്, അവർക്ക് മിനിമം എറക്റ്റഡ് പെനൈൽ ലെങ്ത് 16 സെന്റിമീറ്റർ ആണ്. യൂറോപ്യൻസിന് അത് ഓൾമോസ്റ്റ് 14 സെന്റിമീറ്റർ. ഇന്ത്യൻസിന്റെ ആവറേജ് എറക്ട് പെനൈൽ ലെങ്ത് 12 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ എറക്ഷനിലുള്ള പെനിസിന്റെ ലെങ്ത് 12 സെന്റിമീറ്റർ, മിനിമസ്റ്റ് 8 സെന്റിമീറ്ററിൽ വരെ. സോ ഒരു വ്യക്തിക്ക് 22 വയസ്സായിട്ടും അവന് തോന്നുന്നു അവന് വേണ്ട രീതിയിൽ ലിംഗത്തിന് വലിപ്പമില്ല. ഫസ്റ്റ് നോക്കുന്നത് ഉദ്ധരിച്ച അവസ്ഥയിൽ എത്ര ലെങ്ത് ഉണ്ട്. 12 സെന്റിമീറ്ററോളം ഉദ്ധരിച്ച അവസ്ഥയിലുണ്ടെങ്കിൽ ഇന്ത്യക്കാരൻ്റെ ആവറേജ് 8 സെന്റിമീറ്ററിൽ നോർമൽ. പക്ഷെ മറിച്ചൊരു വ്യക്തിക്ക് തോന്നുന്നു പോരാ, എൻ്റെ ലിംഗത്തിന് വലിപ്പമില്ല, ലിംഗത്തിന് വലിപ്പം കൂട്ടണം, എന്താണ് ചികിത്സ? ഈ രോമത്തിന് കൂട്ടാൻ വരുന്നവർ അവരും ചെക്ക് ചെയ്യുന്നത് അവരെ ടെസ്റ്റോസ്റ്ററോൺ അളവ് നോക്കുക. ടെസ്റ്റോസ്റ്ററോൺ കുറവുണ്ടെങ്കിൽ ടെസ്റ്റോസ്റ്ററോൺ റീപ്ലേസ് ചെയ്യുക. ടെസ്റ്റോസ്റ്ററോൺ നോർമൽ ലെവൽ ബോഡിയിലുണ്ട്, അല്ല ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്ററോൺ നോർമൽ 18 വയസ്സിൽ നോർമൽ ഉണ്ട്. പിന്നെ ലിംഗത്തിന് വലിപ്പം കൂട്ടാൻ വേണ്ടി എന്ത് ഇഞ്ചക്ഷൻ എടുത്താലും, എന്ത് ക്രീം തേച്ചാലും, എന്ത് പമ്പ് വെച്ചാലും ലിംഗത്തിന് വരെ വലിപ്പം കൂടത്തില്ല. സ്ത്രീകളുടെ ബ്രസ്റ്റ് അല്ല ആണുങ്ങളുടെ ലിംഗം. ആണുങ്ങളുടെ ലിംഗത്തിന് ഒരു ജെനറ്റിക് പൊട്ടൻഷ്യൽ ഉണ്ട്, നമ്മുടെ പൊക്കത്തിന് പോലെ. അച്ഛന്റെ ഹൈറ്റ് പ്ലസ് അമ്മയുടെ ഹൈറ്റ് ഡിവൈഡഡ് ബൈ 2 ± 6.5 ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. ആ പൊട്ടൻഷ്യൽ പ്ലസ് മൈനസ് കുറച്ചുകൂടി ലഭിക്കാം. ബാക്കി എന്ത് ചെയ്താലും വെക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ 20 വയസ്സുള്ള ഒരാണ് വന്ന് 2 കോടി രൂപ ഫ്രണ്ട് വെച്ചിട്ട് ഡോക്ടർ ബോബി എന്തെങ്കിലും ഒരു ചികിത്സ എടുത്ത് ലിംഗം കൂട്ടി തന്നോ, അവന്റെ പുരുഷ ഹോർമോൺ ചെക്ക് ചെയ്യുക, ടെസ്റ്റോസ്റ്ററോൺ ലെവൽ 3.5 താഴെയാണെങ്കിൽ ഇഞ്ചക്ഷനോ ക്രീമോ തേക്കോ, അതിന് മേളിലാണെങ്കിൽ ലിംഗത്തിന് വലിപ്പം കൂട്ടാൻ യാതൊരു ചികിത്സയില്ല. ബാക്കി നിങ്ങൾ കേൾക്കുന്നതെല്ലാം ജസ്റ്റ് അഡ്വർടൈസ്മെന്റ് മാത്രം. പല ലിംഗവർദ്ധന രത്നങ്ങൾ അല്ലെ ചില തൈലങ്ങൾ തേക്കുന്നു, അതിന്റെ മെഷീൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനകത്ത് ലിംഗം എടുത്ത് വെച്ച് കംപ്രസ് ചെയ്യുന്നു. ഡോണ്ട് ഗോ ഫോർ എനിത്തിങ്. ഞാൻ ഇതെന്തിനാ പറഞ്ഞത്? എപ്പോഴും ഉള്ള കോമൺ തെറ്റിദ്ധാരണയാണ് കഷണ്ടിക്ക് മാത്രം ചികിത്സയുണ്ട്. അങ്ങനെ ഒരു ചികിത്സയില്ല. ആണുങ്ങളുടെ കഷണ്ടിന്റെ പേര് ആൻഡ്രോജനിക് അലോപേഷ്യ. 16 വയസ്സ് കഴിയുമ്പോഴേ മുടിയുടെ തിന്നിങ് തുടങ്ങും. 30 വയസ്സാകുമ്പോൾ 40% പേരും കഷണ്ടിയാവുന്നു. 40 വയസ്സാകുമ്പോൾ 80% പേരും കഷണ്ടിയാവുന്നു. കഷണ്ടി ആവുന്ന സമയത്ത് പോയി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നു. 16 വയസ്സിൽ തലമുടിയുടെ തിന്നിങ് തുടങ്ങുമ്പോഴേ കഴിക്കേണ്ട മരുന്നാണ് ഫിനസ്റ്റൈഡ് 1 mg പ്ലസ് മിനോക്സിഡിൻ. മറിച്ച ഒരു വ്യക്തിക്ക് മീശയും താടിയും രോമമില്ല, ഫേഷ്യൽ ഹെയർ ഇല്ല, ബോഡി ഹെയർ ഇല്ല, അവനും പോയി ടെസ്റ്റോസ്റ്ററോൺ ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്ററോൺ ചെക്ക് ചെയ്യുക. കുറവുണ്ടെങ്കിൽ ടെസ്റ്റോസ്റ്ററോൺ ഇഞ്ചക്ഷനോ ക്രീമോ എടുക്കുക. അല്ലാത്തവർക്ക് ജനറ്റിക്കലി പുരുഷ ഹോർമോൺ ആ രോമങ്ങൾ ആക്ട് ചെയ്യുന്നില്ല. വൈറ്റമിൻസ് കുറവുണ്ടെങ്കിൽ വൈറ്റമിൻ B12, സിങ്ക്, മഗ്നീഷ്യം, ഫോളിക് ആസിഡ് ഒക്കെ കുറവുണ്ടെങ്കിൽ അതെടുക്കാം. അല്ലാത്തവർക്ക് മിനോക്സിലിന്റെ 2, 5, 10% ഡ്രോപ്സ് 16 ആഴ്ച വരെ 4 മാസം വരെ അപ്ലൈ ചെയ്യുക. സാധാരണ 30% പേർക്കും ഹെയറിന്റെ തിക്കനിങ് വരും. എന്നിട്ട് മാത്രം ഹോർമോൺ ഡെഫിഷ്യൻസി ഉള്ളവർ ജെല്ല് തേക്കുക. ലിംഗത്തിന് വലിപ്പം കൂട്ടാൻ അങ്ങനെ ഒരു മാന്ത്രിക മരുന്നേ ഇല്ല. ആവറേജ് ഇന്ത്യക്കാരന്റെ ഉദ്ധരിച്ച അവസ്ഥയിൽ ലിംഗത്തിന് വലിപ്പം ഇപ്പൊ ഇന്റർനാഷണൽ പെനൈൽ ഇൻഡെക്സ് നിങ്ങൾ ഗൂഗിളിലെല്ലാം ചെയ്യുമ്പോൾ അറിയാം.
ആഫ്രിക്കൻസിന് 16, യൂറോപ്യൻസിന്റെ 14, ഇന്ത്യൻസിന്റെ 12 സെന്റിമീറ്റർ, മിനിമം 8 സെന്റിമീറ്റർ മതി. ലിംഗത്തിന്റെ നീളം കുറവുണ്ടെങ്കിൽ ഒരു എൻഡോക്രോളജിസ്റ്റിനെ കണ്ട് ടെസ്റ്റോസ്റ്ററോൺ DHT ചെക്ക് ചെയ്ത് കുറവുണ്ടെങ്കിൽ ഇഞ്ചക്ഷനോ ക്രീമോ തേക്കോ. നോർമൽ ലെവലുണ്ട് 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ലിംഗത്തിന് നീളം കൂട്ടാൻ വേണ്ടി ഒന്നും വേണ്ട. ലിംഗത്തിന് നീളത്തിനെക്കാട്ടിലും ഇമ്പോർട്ടൻറ്റ് എത്ര നേരം ലിംഗം ഉത്തരിച്ച അവസ്ഥയിൽ റിജിഡായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. ഒരു സാറ്റിസ്ഫാക്ടറി സെക്ഷൽ ഇന്റർകോഴ്സിന് വേണ്ടത് ലിംഗത്തിന് വലിപ്പമല്ല, ഇറ്റ്സ് എൻ എബിലിറ്റി ടു അറ്റൈൻ ആൻഡ് ഓർ ടു മെയിൻറ്റെയിൻ എൻ ഇറക്ഷൻ ഓഫ് സഫിഷ്യന്റ് റിജിഡിറ്റി. ഒരു ഉത്താരണം അറ്റൈൻ ചെയ്യാൻ പറ്റുകയും വേണ്ട ദൃഢതയിൽ വേണ്ടത്രയും സമയം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയും അതാണ് ഒരു സെക്ഷൽ ഇന്റർകോഴ്സിന് വേണ്ടത്. വലിയ നീളം ഒരു ലിംഗം ഉണ്ടായിട്ട് 2 മിനിറ്റ് ഉദാഹരണം കിട്ടിയുണ്ടെങ്കിൽ കാര്യമില്ല. തിരിച്ച് 9 സെന്റിമീറ്റർ ലിംഗം 1 മണിക്കൂർ ഉദാഹരണം റിജിഡായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് സക്സസ്ഫുൾ സെക്ഷൽ ഇന്റർകോഴ്സ്. സോ ഇതാണ് ടെസ്റ്റോസ്റ്ററോണും ഹെയർ നെപ്റ്റീസ് നമുക്ക് ഷോർട്ടായിട്ട് അറിയാനുള്ളത്. ബാക്കി ടെസ്റ്റോസ്റ്ററോൺ നമ്മുടെ ഹൈറ്റിനെയോ മസിൽ മാസിനെയോ എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു നമുക്ക് അടുത്ത പ്രാവശ്യം ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.